ഇനി വരുന്ന നാളുകളിൽ അയ്യപ്പൻ എന്തായാലും ഒഴിച്ചു നിൽക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അയ്യപ്പൻ വിഷയമാകും. അയ്യപ്പൻ തന്നെ ആയിരിക്കും കേരള രാഷ്ട്രീയത്തെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകും. മുഖ്യമന്ത്രി വിളിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് പോകാതിരിക്കാൻ ഒക്കില്ല, ഗോകുലം ഗോപാലിന് പോകാതിരിക്കാൻ ഒക്കില്ല. ഇപ്പൊ DGP ജേക്കബ് പുന്നൂസ് ആണ് സുരക്ഷ പറഞ്ഞത്. സുരക്ഷ പറയുന്ന ജേക്കബ് പുന്നൂസ് എത്ര പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ആള് കുറഞ്ഞത് ഏതെങ്കിലും തരത്തില് LDFന് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് തോന്നുന്നു. ഇത് ദർബാർ ഹാളിൽ നടത്താം, ഇല്ലെങ്കിൽ നമ്മുടെ BJP ഹാൾ ഇപ്പോഴത്തെ ഒരു ഏകദിന ശില്പശാല പോലെ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എരുമേലിൽ കൂടി എന്തെങ്കിലും ഒരു വാവരി സംഗമം. അല്ല, അതിപ്പോ ന്യൂനപക്ഷ സംഗമത്തിൽ വാവര് വാവരയല്ല, നല്ല ഒന്നാം തരം ഹാജിയെ തന്നെ കൊണ്ടുവരും. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അയ്യപ്പൻ, ശബരിമല, ആഗോള അയ്യപ്പ സംഗമം, മറുഭാഗത്ത് പന്തളത്ത് അയ്യപ്പ ഭക്തരുടെ ഒരു ബദൽ സംഗമം. അയ്യപ്പൻ തന്നെ ആയിരിക്കും കേരള രാഷ്ട്രീയത്തെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകും. അയ്യപ്പൻ ക്ഷമിക്കുമോ? അയ്യപ്പൻ ക്ഷമിക്കില്ല. പക്ഷേ ജനങ്ങൾ മറക്കാനായിട്ട് CPMന് അയ്യപ്പൻ ഒരു പഴുതാകുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം 10 വർഷത്തെ ആൻറ്റി ഇൻകംബൻസി, ജനങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള പീഡനങ്ങൾ, വേദനകൾ, ഭരണത്തിൻ്റെ യാതനകൾ ഒക്കെ മറക്കാനായിട്ട് അയ്യപ്പ സംഗമം നമ്പർ 1ഉം നമ്പർ 2ഉം ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ഉപകരിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ കേരളം അയ്യപ്പനിലും അയ്യപ്പ ഭക്തിയിലും അയ്യപ്പ സംഗമത്തിലും മുഴുകിപ്പോയി. ഇനി വരുന്ന നാളുകളിൽ അയ്യപ്പൻ എന്തായാലും ഒഴിച്ചു നിൽക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അയ്യപ്പൻ വിഷയമാകും. അപ്പോൾ നമ്മുടെ ആൻറ്റി ഇൻകംബൻസി കുഴിച്ചു മൂടാനായിട്ട് പിണറായി വിജയൻ സർക്കാരിന് അവസരം കിട്ടിയോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും അയ്യപ്പ സംഗമം വല്ലാത്തൊരു പുലിവാലാണ് CPM ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് തൃപ്തിയുണ്ടായിട്ടോ താല്പര്യമുണ്ടായിട്ടോ വന്നതല്ല. ആ VIP കസേരകളിൽ ചില VIPകളെ ക്ഷണിച്ചു. അപ്പോൾ VIPകളെ ക്ഷണിക്കുമ്പോൾ VIPകൾക്ക് വരാതിരിക്കാൻ നോക്കില്ല. കാരണം പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ളവരെയും നേരിട്ട് അറിയാവുന്നവരാണ് പലരും. ഉദാഹരണമായിട്ട് വെള്ളാപ്പള്ളി നടേശന് പോകാതിരിക്കാൻ ഒക്കില്ല. മുഖ്യമന്ത്രി വിളിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് പോകാതിരിക്കാൻ ഒക്കില്ല, ഗോകുലം ഗോപാലിന് പോകാതിരിക്കാൻ ഒക്കില്ല. മുഖ്യമന്ത്രി വിളിച്ചാൽ ഈവൻ സുകുമാരൻ നായർക്ക് പോലും പോകാൻ ഒക്കില്ല. പ്രതിനിധി സംഗീത് കുമാർ. അല്ല, അത് കാരണം സുകുമാരൻ നായർക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട്, എനിക്കിപ്പോൾ നല്ല സുഖമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിനിധി അയക്കുന്നത് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്നില്ലെങ്കിലും വന്നതായിട്ട് കണക്കാക്കും. സംഗീത് കുമാർ പിന്നെ അദ്ദേഹത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പലയിടത്തും പോകുന്ന ആളുമാണ്. ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ NSSന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോകുന്നത് സംഗീത് കുമാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംഗീത് കുമാർ പോയപ്പോൾ ആ ഒരു ഗ്യാപ്പ് അത് അടയ്ക്കാൻ സുകുമാരൻ നായർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ VIP റോ, അതായത് സെറ്റിയും സോഫയൊക്കെ ഇട്ടിരിക്കുന്ന ആ റോ കംപ്ലീറ്റ് ഈ സർക്കാരുമായിട്ട്, ഈ സർക്കാർ എന്നല്ല ഏത് സർക്കാരുമായിട്ടും രമ്യതയിൽ പോകാൻ താല്പര്യപ്പെടുന്ന കുറേ VIPകളിലൂടെ ഉണ്ട്. ഒന്നുകിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സങ്കുച താല്പര്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ എനിക്ക് എന്നും സർക്കാരിൻ്റെ ഒരു പ്രിയപുത്രനായിരിക്കണമെന്ന് താല്പര്യമുള്ള കുറേ പേരുണ്ട്. പിന്നെ കുറേ ഒഫീഷ്യൽസ്, അത്തരത്തിൽ റിട്ടയേർഡ് ഒഫീഷ്യൽസ്, ഇവർക്കൊക്കെ ഈ ഭരണത്തിൻ്റെ തണലിൽ ഇങ്ങനെ മരണം വരെ പോകണമെന്നും മരണം വരെ ഒക്കെങ്കിൽ ഒരു സ്റ്റേറ്റ് കാറിൻ്റെ അകമ്പടിയോ ശീതളച്ചായയോ അല്ലെങ്കിൽ കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഈ ഉദ്ഘാടനവും കഴിഞ്ഞിട്ട് 3 വേദികളിലായിട്ട് തിരിഞ്ഞു. ഒരു വേദിയില് ശബരിമല മാസ്റ്റർ പ്ലാന്, ഒരു വേദിയില് ക്രൗഡ് മാനേജ്മെന്റ്, 3 വിഷയങ്ങളിലേക്ക്. പിന്നെ മറ്റൊരിടത്ത് പിൽഗ്രീം. ആ വേദികളിലൊക്കെ ആൾക്കാർ കുറവാണ്. ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന പ്രൊഫസർമാർ, അത് 3 പേര് വനിതകളാണ്, വനിതാ പ്രൊഫസർമാർ. അവരുടെ ചില പ്രസന്റേഷൻ നടത്തി. എനിക്കതിൽ നിന്ന് മനസ്സിലായത് അവർ ശബരിമലയിൽ പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ചെറുപ്പത്തിൽ പോയിട്ടുണ്ടാകും. അന്നത്തെ ശബരിമലയല്ലല്ലോ ഇപ്പോഴും. ശബരിമല കാണാതെ ഒരാൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. അതങ്ങനെയാണ് നമ്മുടെ മാസ്റ്റർ പ്ലാനുകളുടെ പ്രത്യേകത. ഞാൻ പ്ലാനിംഗ് ബോർഡിൽ വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും ടൂറിസത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പ്ലാനിംഗ് ആയിട്ടും ഒത്തിരി നാൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. മാസ്റ്റർ പ്ലാനുകൾ എന്ന് പറയുന്നത് ഇത്രയും കെട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഇതിൻ്റെ 75% ഈ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ഈ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. മറ്റു പലയിടത്തും പല വിദഗ്ധരും തയ്യാറാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാനുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് പേര് മാത്രം
നിങ്ങൾക്കിപ്പോൾ ടൂറിസ്റ്റ് പിന്നെ കോവളം പ്രോജക്റ്റാണ് മാസ്റ്റർ പ്ലാൻ വേണമെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ന്യൂയോർക്കിലെ പ്ലാൻ ആണെങ്കിൽ അത് ന്യൂയോർക്കിന് പകരം അവിടെ മുഴുവൻ കോവളം വരും. ഇനി കോവളം കഴിഞ്ഞ് നിങ്ങൾക്ക് തേക്കടിയാണ് വേണ്ടതെങ്കിൽ അവിടെ മുഴുവൻ തേക്കടി വരും. പിന്നെ ഒരു അവസാനം വരുന്ന ഒരു ഒരു കാൽഭാഗം വരും. അതിനകത്താണ് എന്തെങ്കിലുമൊക്കെ കാരണം എന്തെങ്കിലും പറയണമല്ലോ, അതൊരു കാൽഭാഗം ഇതിനകത്ത് കാണും. ഇതൊരു തട്ടിപ്പാണ്. ഇത്തരമുള്ളൊരു പുസ്തകം ഇത് ആരും വായിക്കരുത്. ഈ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാവരുത്. പക്ഷേ ഇത് കൊടുത്തത് ഒരു വലിയ സാധനമാണെന്ന് വരികയും വേണം. കോടികൾ ഇതിൻ്റെ പേരിൽ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ പേരിൽ തന്നെ വാങ്ങിക്കാനും കഴിയും. അതാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വികസനത്തിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും വേണ്ട. ശരിയായ ഒരു നിരീക്ഷണമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ചുമ്മാ കുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അയ്യപ്പൻ്റെ പിന്നെ സന്നിധാനത്തിലേക്ക് പോകുന്ന വഴി ശുചിയാക്കണം, പമ്പയിൽ നടക്കുന്ന ആ അഴുക്കും പിന്നെ 100 കണക്കിന് തോർത്തും സാധനമൊക്കെ എറിയുന്നത് അത് മാറ്റിയെടുക്കാൻ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം വേണം, തിരക്ക് കുറയ്ക്കാനായിട്ട് വെർച്വൽ ക്യൂ മറ്റ് സംവിധാനങ്ങൾ അഥവാ എങ്ങനെ കടത്തി വിടണം എന്നതിനെക്കുറിച്ച് സുരക്ഷയ്ക്കായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഫീൽഡിൽ നിൽക്കുന്നവർ, അല്ലാതെ DGP അല്ല, അവിടെ ഫീൽഡിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ SI സർക്കിളും DYSP ഒക്കെ പോലുള്ളവർ, സാധാ പോലീസുകാരെ പോലുള്ളവർ പറയുന്നത് കേട്ട് ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ DGP ജേക്കബ് പുന്നൂസാണ് സുരക്ഷ പറഞ്ഞത്. സുരക്ഷ പറയുന്ന ജേക്കബ് പുന്നൂസ് എത്ര പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇത് പോയവനെ അറിയാം. ഈ തിരക്കിനിടെ കിടന്ന് നട്ടം തിരിഞ്ഞ അല്ലെങ്കിൽ തിരക്കിനിടയിലുള്ള ക്രൗഡിനെ സംരക്ഷിക്കാനോ മാറ്റി നിർത്താനോ പോയ പോലീസുകാരൻ പറയുന്ന അത്രയും പോലും ഒരുപക്ഷെ DGP ജേക്കബ് പുന്നൂസിന് പറയാൻ കഴിയില്ല. പിന്നെ ജേക്കബ് പുന്നൂസിൻ്റെ ഒരു ഗുണം, ഇത് പലരോടും ചോദിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സെൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നവരോടൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി കാണും. എന്തായാലും ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്നുള്ളത് എൻ്റെ ഒരു 10 വർഷത്തെ ഈ മാസ്റ്റർ പ്ലാനുകളെ കുറിച്ച് മാത്രം ഡീൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനുകളിൽ 75% തട്ടിപ്പും ഒരു കാൽഭാഗം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ ആള് കുറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ പിന്നെ LDFന് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് തോന്നുന്നു. ആഗോള ഈ അയ്യപ്പ സംഗമം തന്നെ LDFന് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ആ ആശയം തന്നെ ശരിയാകില്ലെന്ന് ഇപ്പം തന്നെ ഇവിടെ പറയുന്ന അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത് നല്ലതാണ്. പക്ഷെ അതിന് വേറെ പർപ്പസ് ആയിരിക്കണം. അതിൻ്റെ പർപ്പസ് തികച്ചും സാങ്ക്ടിറ്റിയോട് കൂടിയുള്ളതായിരിക്കണം. അതിൽ നിന്ന് പിന്നീട് ആ അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ അവർ ദർശനമൊക്കെ നടത്തി അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്ന് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിൽ പോകുന്ന ഒരു സംഗതിയാണ് അവിടെ വേണ്ടത്. ഇപ്പം വികസനത്തിന് എന്തിനാണ് ഞാൻ ഇവിടെ 3500 പേര് ഇവർ വരുമെന്ന് പറഞ്ഞു. 3500 പേര് വന്ന് ഈ വികസനം സംസാരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1 മിനിറ്റ് ആയാൽ പോലും 3500 മിനിറ്റ് വേണം. അല്ല, 3500 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് ഈ 3 തിരിഞ്ഞ് ചർച്ച ചെയ്തില്ലേ? അത് തിരുവനന്തപുരത്ത് വെച്ച് ഹോട്ടലിലൊക്കെ വെച്ച് നടത്തിയാൽ മതി. അയ്യോ, ഇത് ദർബാർ ഹാളിൽ നടത്താം, ഇല്ലെങ്കിൽ നമ്മുടെ VJT ഹാൾ ഇപ്പോഴത്തെ ഒരു ഏകദിന ശില്പശാല പോലെ ഓരോ രംഗത്ത് നിന്നും പിന്നെ ഇതിൽ പ്രാവീണ്യം നേടിയവരെ കൊണ്ടുവരിക. പിന്നെ ശീതീകരിച്ചതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ സർക്കാരിന്റെ സ്ഥാപനത്തിൽ നടത്താം. എങ്കിൽ ഈ 7000 കോടിയും പിന്നെ അതിന് ബാക്കിയുള്ള ചെലവുകളും ഒന്നും ആവശ്യം വരില്ല. ഈ 7000 കോടിയും വേസ്റ്റായി, അവിടെ വന്നവരുടെ വണ്ടിക്കൂലിയും മറ്റു കാര്യങ്ങളും വേസ്റ്റായി. ഇത് ഉദ്ദേശിച്ച ഒരു ഫലവും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇതിനകത്ത് വേറൊരു ന്യായം അവർ പറയുന്നത്, ഇത് അവിടെ ആളെത്തിയില്ലെങ്കിലും പിണറായി വിജയന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. അല്ല, അത് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. 1 മണിക്കൂർ എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടോ കറക്റ്റ് ചെയ്തത്. അതായത് സഖാക്കൾക്ക് നാളെ വീട്ടിൽ കയറി പറയാനുള്ള സാധനം അദ്ദേഹം ഉണ്ടാക്കി 1 മണിക്കൂർ പ്രസംഗിച്ചു. അത് സംശയമില്ല. അദ്ദേഹം അയ്യപ്പ സ്തുതി വരെ നടത്തി. അതിൻ്റെതായ ഭഗവത്ഗീതയുടെ 12ാം അധ്യായത്തിലെ ഭക്തൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഹരിവരാസനം ശബരിമലയിൽ കേൾക്കുന്നു. അത് പാടിയിരിക്കുന്നത് ജന്മം കൊണ്ട് ക്രൈസ്തവനായിട്ടുള്ള ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായിരുന്നു എന്നൊക്കെ. പിന്നെ അവിടെ വാവരുടെ ഇതുള്ളതുകൊണ്ട് കടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം മുസ്ലിമും അവിടെ ഉണ്ട്. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും വാവരെ അവഗണിക്കാറില്ല. വാവരെ അവഗണിക്കാൻ കാരണം പിന്നെ ഇത് രണ്ടും വേണമല്ലോ. മുസ്ലിം വോട്ടും ഹിന്ദു വോട്ടും അവരുടെ നടയിൽ കൂടെ ഒന്നും അല്ല പോകുന്നത്. ഇല്ലല്ല, അത് വാവരെന്ന് പറയുന്നത് യഥാർത്ഥ മുസ്ലിമും അല്ല. അത് അയ്യപ്പന്റെ തന്നെ ഒരു പ്രതിരൂപമായിട്ടാണ് അത് സങ്കല്പത്തിൽ വന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എരുമേലിൽ കൂടി എന്തെങ്കിലും ഒരു വാവര് സംഗമം. അല്ല, അതിപ്പോ ന്യൂനപക്ഷ സംഗമത്തിൽ വാവരെയല്ല, നല്ല ഒന്നാന്തരം പിന്നെ ഹാജിയെ തന്നെ കൊണ്ടുവരും. വാവരേക്കാൾ വലിയ ഹാജി വരും അവിടെ. അപ്പൊ പിന്നെ ആ കുഴപ്പം കൂടെ അങ്ങ് പരിഹരിക്കപ്പെടുമല്ലോ.